നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് നല്ല ഒരു വർഷം കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. ഔപചാരികമായിട്ടുള്ള അടുപ്പമുള്ളൊരു പ്രദേശമാണ് ചെമ്മായം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിരിക്കുന്ന ആ പ്രദേശവും പാലത്തിന് അക്കരെ അതും ചെമ്മായവും, അതിനെയും ചെമ്മായം ഇപ്പോൾ അവിടെ ഒരു റെസിഡൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെയും പേര് സമാനമായിട്ടുള്ള ഒരു പേരായിരിക്കുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ റെസിഡൻസ് ഇല്ല. ഇവിടെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള ബേബിച്ചൻ ചേട്ടൻ സൂചിപ്പിച്ച കാതലായിട്ടുള്ള ഒരു വിഷയമുണ്ട്. നമുക്കറിയാം, കോവിഡ് മഹാമാരി കാലഘട്ടവും പ്രളയവും കടന്നു വന്നവരാണ്. പണ്ടത്തെ കല്യാണ വീടുകളെ പറ്റിയിട്ടെല്ലാം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അത്തരത്തിൽ കല്യാണം കൂടാൻ കഴിഞ്ഞ അവസാനത്തെ തലമുറയിൽപ്പെട്ട വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ഒരു വീട്ടിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചക്കാലം മുൻപ് തന്നെ ആളുകൾ ചെല്ലും, ഈ വീടുകളിലോട്ട് ചെല്ലും. അപ്പോൾ പന്തലിടാനായിട്ടൊരു വിഭാഗം ഉണ്ടാവും, പച്ചക്കറി വാങ്ങാൻ പോകാനൊരു വിഭാഗം ഉണ്ടാവും. തേങ്ങയൊന്നും കടയിൽ പോയൊന്നും മേടിക്കണ്ട, ഏതെങ്കിലും പറമ്പിലൊക്കെ പോയി തേങ്ങയിട്ട് തേങ്ങ പൊതിച്ച് ആ തേങ്ങ ചിരണ്ടി പിന്നെ ഒരു 2 ദിവസം മുൻപ് ഇതിനൊക്കെ ആളുകളൊക്കെ അവിടെ ചെന്ന് പന്തലൊക്കെ ഇട്ട് തലേ ദിവസം എല്ലാവരും വട്ടം കൂടിയിരുന്ന് ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ സവാളയും ഉള്ളിയും പച്ചമുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് കൂട്ടമായിട്ടിരുന്ന് അരിഞ്ഞ് ആണുങ്ങളവിടെ തേങ്ങ ചിരണ്ടി തേങ്ങ പൊതിച്ച് ഡെൻസിലേട്ടാ. അപ്പോൾ അത്തരത്തിൽ വളരെ ആഘോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു. ആ പരിസരത്തെ വീടുകളിൽ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവും. ഇപ്പോൾ സ്വന്തത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവിടെ ഗിഫ്റ്റ് നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് നവംബറിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊരു പദ്ധതി കേവലം ഒരു 500-നും 600-നും ഇടയിലുള്ള വിലമതിക്കുന്ന പലവ്യഞ്ജന സാധനങ്ങൾ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് നമ്മളൊരു തീരുമാനമെടുക്കുകയുണ്ടായി. അത് അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഓരോ തവണയും 2 പേർക്ക് അത്തരത്തിലുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂടുതലും സ്പോൺസർഷിപ്പായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അംഗങ്ങളും അത്തരത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ആൾക്ക് ഗവൺമെൻറ് ജോലി, മകന് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം നടക്കുമ്പോൾ, എന്തെങ്കിലും പോലീസിനെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു ഓണാഘോഷിക്കുക എന്നുള്ളത് ശേഷം പരിധിയിലുള്ള ആളുകളുടെ സന്തോഷവും സമാധാനവും അതിനോടുകൂടി അനുബന്ധിച്ചായിരിക്കും ഞങ്ങളുടെയും സന്തോഷവും വരുന്നത്. പിന്നെ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ പോലീസുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളുടെ വിശദമായൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. റിപ്പോർട്ടിങ്ങിൽ 1-2 കാര്യങ്ങളും കൂടി അടുത്ത റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രസിഡൻറ്റിനോട് ഇതിൻ്റെ സംഘാടനങ്ങളോട് ഒന്ന് സൂചിപ്പിക്കുന്നു. നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അസോസിയേഷനാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം 10ാം വാർഷികത്തിന് 10 ദിവസത്തെ പരിപാടിയായിട്ട് നിങ്ങൾ നടത്തിയ ഒരു ഗംഭീര സമ്മേളനം. ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞായിരുന്നു ആളുകൾ നിന്നത്. തീർച്ചയായിട്ടും അതൊരു അസോസിയേഷൻ്റെ ശക്തിയും നേതൃത്വ ഗുണവുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പൊതുയോഗത്തിനും ഓണാഘോഷത്തിനും പറവൂർ താലൂക്ക് റെസിഡൻറ്റ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിലിൻ്റെ അഭിനന്ദനങ്ങൾ, വിജയാശംസകൾ നേരുകയാണ്. ഞാനിങ്ങോട്ട് വന്നത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ്. അത് പറവൂർ മുനിസിപ്പൽ കമ്മിറ്റി, പാട്രാക്കിനൊരു മുനിസിപ്പൽ കമ്മിറ്റിയുണ്ട്. അവിടെ ഒരു 67 അസോസിയേഷൻ ഉണ്ട്. അവിടുത്തെ വനിതാ വിഭാഗം ഇന്ന് വളരെ ലളിതമായ രീതിയിലൊരു ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2:30 മണിക്കാണ് തുടങ്ങുന്നത്. ഞാൻ 2:30 മണിക്ക് തന്നെ ചെന്നു. നമ്മുടെ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ, 2:30 എന്ന് പറഞ്ഞാൽ ആണ്. ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ച ഒരുപക്ഷെ വളരെ ദുർബലമായിട്ട് വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ച. അതെൻ്റെ മനസ്സിന് വളരെ സന്തോഷം. മറ്റൊന്നുമല്ല, അവിടെ ആ പൊതുയോഗ ഒരു ബാനർ കിട്ടുകയാണ്.
3 പേരാണ് ബാനർ കെട്ടുന്നത്. ഒരാൾ ഇടതുവശത്ത് പിടിച്ചിട്ടുണ്ട്, ഒരാൾ വലതുവശത്ത് പിടിച്ചിട്ടുണ്ട്, ഒരാൾ ലെവൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടതുവശത്ത് ബാനർ പിടിച്ചിരുന്ന ആൾ കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലറായ ജലജ രവീന്ദ്രനാണ്. അവരതിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പുറത്ത് പിടിച്ചിരുന്നത് പറവൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ കൗൺസിലറും ടീച്ചറുമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകയുമായിട്ടുള്ള ഷീല ടീച്ചറാണ്. ഷീല ടീച്ചർ ഇവിടെയും പിടിച്ചിട്ടുണ്ട്. ലെവൽ പറഞ്ഞു കൊടുക്കുന്നത് BJPയുടെ നേതാവായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഈ കാഴ്ച റെസിഡൻ്റ് അസോസിയേഷനിലല്ലാതെ വേറെ എവിടെ കാണാൻ പറ്റും? ഈ ഐക്യം, ഈ സാഹോദര്യം, ഈ സമഭാവന, ഈ സഹവർത്തിത്വം ഇന്നിൻ്റെ ഒരു ആവശ്യമല്ലേ? അതിന് വേദി ഒരുക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ റെസിഡൻ്റ് അസോസിയേഷനുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ശ്രീമതി റിൻസി ജോസി, ശ്രീമതി ശ്രീലേഖ മനോജ് എന്നിവരുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിന് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ MR, അന്തരിച്ച പ്രമുഖ നേതാക്കൾക്കും അസോസിയേഷനിൽ നിന്ന് മൺമറഞ്ഞുപോയ എല്ലാ വ്യക്തികളെയും അനുസ്മരിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് വയ്ക്കപ്പെടേണ്ടതല്ല എന്നിരുന്നത് കൊണ്ടാണ് ഇത് ഒരാഘോഷമായി തന്നെ നടത്താനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചത്. ഞാൻ ഒരു എക്സിക്യൂട്ടീവ് അംഗമായതുകൊണ്ട് ആശംസയ്ക്ക് പ്രസക്തിയില്ല എന്നതും ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആശംസ പറയാനായിട്ട് തയ്യാറാവുന്നത്.